9th ക്വസ്റ്റ്യനിലെ ബി പാർട്ട് ഇവിടെയും പ്രോഗ്രാം തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഫസ്റ്റ് 50 പ്രൈം നമ്പേഴ്സ്. ആദ്യത്തെ 50 പ്രൈം നമ്പേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 എന്നുള്ളത്. സോ ആ ലിമിറ്റ് നമുക്കറിയാം, 50 പ്രൈം നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യും. പ്രൈം നമ്പർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇത്രയേ ഉള്ളൂ. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് രണ്ട് ഫാക്ടേഴ്സ് വരത്തുള്ളൂ. ഇറ്റ് ഈസ് 1 ആൻഡ് ദാറ്റ് നമ്പർ. 2, 3, 5, 7, 11, 13 ഇങ്ങനെ പോകുന്ന ഈ നമ്പേഴ്സ് ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. കണ്ടോ, ഇവരുടെ ഒക്കെ ഫാക്ടേഴ്സ്. 13 എന്ന നമ്പർ നോക്കിക്കേ, 13 ഫാക്ടർ ആയിട്ട് 1 ആൻഡ് 13 ഈ രണ്ട് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആദ്യത്തെ 50 പ്രൈം നമ്പേഴ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യനിൽ ചില ക്വസ്റ്റ്യൻസിൽ അപ് ടു 15 ആയിരിക്കും കാണാം, അതായത് 50 വരെയുള്ള സീരീസിനകത്തുള്ള പ്രൈം നമ്പേഴ്സ്. ഇവിടെ അതല്ല, ആദ്യത്തെ 50 പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കണം. സോ ഓരോ പ്രൈം നമ്പറും കണ്ടുപിടിച്ചിട്ട് കൗണ്ട് എടുത്ത് പോവുക, 50 ആയോ ചെക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. കേട്ടോ, പ്രോഗ്രാം നോക്കിക്കുക. ഹെഡർ ഫയൽസ് എഴുതുക, മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇൻറ്റ് കൗണ്ട് എടുക്കണമല്ലോ, ഓരോ പ്രൈം നമ്പർ കിട്ടുമ്പോഴും കൗണ്ട് എടുക്കണം. കൗണ്ടിന്റെ ഇനിഷ്യൽ വാല്യൂ 0 എടുക്കാം. ഇനി പ്രൈം ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ നമുക്കൊരു ഫ്ലാഗ് വാല്യൂ ആവശ്യമുണ്ട്. സോ അവിടെ ഫ്ലാഗ് കൊടുക്കുന്നു. ഇനി പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൽ നിന്നാണ്. സോ നമുക്ക് n-നകത്ത് n=2 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈ കൗണ്ട് ഇനിഷ്യലി 0 ആണ്, അതായത് ഓരോ പ്രൈം നമ്പേഴ്സും കിട്ടുന്ന സമയത്ത് കൗണ്ടിന്റെ വാല്യൂ അപ്ഡേറ്റ് ആവും. കൗണ്ട് പ്ലസ് ചെയ്യുമ്പോൾ കൗണ്ടിന്റെ വാല്യൂ 1, നെക്സ്റ്റ് ടൈം ആകുമ്പോൾ 2 അങ്ങനെ പോകും. കൗണ്ടിന്റെ വാല്യൂ 50 കഴിഞ്ഞു 51 ആകുന്ന സമയം നമുക്ക് സ്റ്റോപ്പ് ചെയ്യും. സോ വൈൽ കണ്ടീഷൻ കണ്ടോ, കൗണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ 50യോ അതിൽ താഴെയോ ഉള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യും. 51 ആകുന്ന സമയം ഈ കണ്ടീഷൻ റോങ് ആവും, ഈ ലൂപ്പിന് പുറത്തേക്ക് ഇറങ്ങും. ഇവിടെ ആദ്യം ചെയ്തേക്കുന്നത് ഫ്ലാഗ് =0. അത് കഴിഞ്ഞൊരു ഫോർ ലൂപ്പ് കൊടുത്തു. ഫോർ i=2, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 i++. ഐയുടെ വാല്യൂ 2 മുതൽ n/2 വരെ പോവാം. 13 എന്ന നമ്പർ നോക്കിക്കേ, 13ന്റെ ഫാക്ടേഴ്സ് 1 ആൻഡ് 13 ആണ്. ഓക്കെ, 14 നോക്കിക്കേ, 14ന്റെ ഫാക്ടേഴ്സ് 1, 2, 7, 14. 16 നോക്കിക്കേ, 16ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 8, 16. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പ്രൈം നമ്പർ ആണെങ്കിലും പ്രൈം നമ്പർ അല്ലെങ്കിലും എല്ലാവർക്കും 1 ആ സെയിം നമ്പർ എന്തായാലും ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവും. ഇനി പ്രൈം നമ്പർ അല്ലാത്ത കേസസ് 16ന്റെ കേസിലോ അല്ലെങ്കിൽ 14ന്റെ കേസിലോ ഒക്കെ ഉണ്ടോ, n/2 അതായത് 16 ആണെങ്കിൽ 8 കഴിഞ്ഞ് ഇനി ഒരു ഫാക്ടർ വരില്ല. വരുന്നത് ആ സെയിം നമ്പർ ആയിരിക്കും, അല്ലാതെ ഇൻ ബിറ്റ്വീൻ വേറെ നമ്പേഴ്സ് വരില്ല. 14ന്റെ കേസിലായിക്കോട്ടെ, വേറെ ഏത് നമ്പർ എടുത്തോളൂ, n/2 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ n എന്ന നമ്പർ മാത്രമായിരിക്കും. സോ നമുക്ക് ആ n എന്ന നമ്പർ എല്ലാത്തിലും കോമൺ ആണ്, പ്രൈമിലും നോൺ പ്രൈമിലും കോമൺ ആയതുകൊണ്ട് n എന്ന നമ്പർ അവോയ്ഡ് ചെയ്യും, 1 അവോയ്ഡ് ചെയ്യും. 2 മുതൽ n/2 വരെയുള്ള റേഞ്ചിനകത്ത് 13നകത്ത് നോക്കിക്കേ, 2 മുതൽ n/2 വരെ, ദാറ്റ് ഈസ് 13/2 6, 6.5 അല്ല 6 ഇൻഡിജർ വാല്യൂ ആണ്. 2 മുതൽ 6-നിടയ്ക്ക് 13 ഒരു ഫാക്ടർ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ നമ്പർ പ്രൈം നമ്പറാണ്. 14ന്റെ കേസിലോ 2 മുതൽ 7 വരെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ? 2 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ, ഒരു നമ്പറെങ്കിലും അഡീഷണൽ ആയിട്ട് ഫാക്ടർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ പ്രൈം നമ്പർ അല്ല. ഓക്കെ, സോ ഇതാണ് നമ്മൾ ലൂപ്പിൽ ചെക്ക് ചെയ്തത്. i=2, 2 മുതൽ n/2 വരെ പോവാം. ഓക്കെ, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 i++. ഇതിനകത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇയാൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് ഡിവിസിബിൾ ആയി. ഡിവിസിബിൾ ആയത് 14ന്റെ ഫാക്ടർ ആണ് 2. ഓക്കെ, ഫാക്ടർ ആണെങ്കിൽ ഡിവിസിബിൾ ആകും, ഇല്ലെങ്കിൽ അത് ഡിവിസിബിൾ ആകില്ല. സോ അത് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാണ് ഇത് എഴുതിയിരിക്കുന്നത്. n mod i == 0. n-നെ ഐക്കകത്തുള്ള വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. n-നകത്ത് 14 ആണെങ്കിൽ 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ ഡിവിസിബിൾ ആണ്. ഡിവിസിബിൾ ആയി കഴിഞ്ഞാൽ ആ നമ്പർ പ്രൈം അല്ല എന്ന് മനസ്സിലായി. അവിടെ വെച്ചിട്ട് ഫ്ലാഗിന്റെ വാല്യൂ റേസ് ചെയ്യുന്നു. ഫ്ലാഗ് =1 കൊടുത്തു. ഡിഫോൾട്ട് ഫ്ലാഗ് =0 ആയിരുന്നു, ഫ്ലാഗിന്റെ വാല്യൂ ഇവിടെ 1 കൊടുത്തു. ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ ഇനി അവിടെ നിൽക്കില്ല, ഇനി ആ ലൂപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങും. 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, പ്രൈം അല്ല എന്ന് മനസ്സിലായി. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യും. സോ അവിടെ വെച്ചിട്ട് ലൂപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി. ലൂപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഫ്ലാഗിന്റെ വാല്യൂ ഇപ്പോഴും 0 തന്നെയാണോ? ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ ആ നമ്പർ പ്രൈം ആയിരിക്കും. 13 കണ്ടോ, 13 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഡിവിസിബിൾ ആയോ? ഇല്ല. 13 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 13/2 6.5 ഉണ്ടല്ലോ, ഇൻഡിജർ വാല്യൂ 6 ആണല്ലോ. അതുവരെ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരാളും ഡിവിസിബിൾ ആയിട്ടില്ല. ഡിവിസിബിൾ ആയിട്ടില്ല മീൻസ് ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിട്ട് തന്നെ നിൽക്കുകയാണ്. സോ ഇഫ് ഫ്ലാഗ് =0 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് പ്രൈം. 14ന്റെ കേസിൽ അങ്ങനെയായിരുന്നോ? 14 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത സമയം തന്നെ ഡിവിസിബിൾ ആണ്, അതായത്
1ഉം 14ഉം കൂടാതെ മൂന്നാമതൊരു ഫാക്ടർ 14 ഉണ്ട് എന്ന് മനസ്സിലായി. സോ ആ നമ്പർ പ്രൈം അല്ല എന്ന് മനസ്സിലായി. ആ ടൈമിൽ ഫ്ലാഗിന്റെ വാല്യൂ 1 കൊടുത്ത് ബ്രേക്ക് ചെയ്തു, ലൂപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഫ്ലാഗിന്റെ വാല്യൂ 0 അല്ല, നേരെ എൽസിലേക്ക് വരും. ദാറ്റ് നമ്പർ ഈസ് നോട്ട് പ്രൈം. നമ്മളോട് ഉദ്ദേശിക്കുന്നത് പ്രൈം ഓർ നോട്ട് പ്രിന്റ് ചെയ്യാനല്ല, പ്രൈം നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. സോ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് പ്രൈം നമ്പർ ആണ്, ആ നമ്പർ പ്രിന്റ് ചെയ്യുന്നു. കൂടാതെ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം. കൗണ്ടിന്റെ വാല്യൂ 50 ആകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം അല്ലേ. 50 പ്രൈം നമ്പേഴ്സാണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. സോ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം. കൗണ്ട് പ്ലസ് ചെയ്യുന്നു, വീണ്ടും ഐട്രേറ്റ് ചെയ്യും. n++ ചെയ്യുന്നു, n-ന്റെ വാല്യൂ 2 മാറി 3 ആയി. സോ ഇനി വീണ്ടും ഈ ലൂപ്പ് കറങ്ങുകയാണ്. കൗണ്ട് ഈക്വൽ ടു 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സോ കണ്ടീഷനിൽ കൗണ്ട് ലെസ് ദാൻ 50 മതി. 0 മുതൽ 49 ആകുന്നത് വരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും.